2100 വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്തെ ഏത് രീതിയിലാണ് മാറ്റിമറിക്കാൻ പോകുന്നതെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. 2005 റേ കുർസ്വെൽ പ്രസിദ്ധീകരിച്ച ദ സിംഗുലാരിറ്റി ഈസ് നെക്സ്റ്റ് എന്ന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. 2005 പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൽ 2100 വരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റ് സാങ്കേതിക വിദ്യകളും ഏതൊക്കെ തരത്തിലാണ് ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്നതെന്നാണ് പരാമർശിക്കുന്നത്. 2023 വരെ നടക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും യാഥാർത്ഥ്യമായി മാറുകയും ചെയ്തിട്ടുണ്ട്. മൊബൈൽ ഫോൺ സൃഷ്ടിക്കുന്ന വലിയൊരു വിപ്ലവത്തെക്കുറിച്ചും ഇന്റർനെറ്റിന്റെ നൂതനമായിട്ടുള്ള കണ്ടെത്തലുകളെക്കുറിച്ചും ആർട്ടിഫിഷ്യലിന്റെ ശക്തമായിട്ടുള്ള കടന്നുവരവിനെക്കുറിച്ചും ഒക്കെ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഇതുവരെ നടന്ന കാര്യങ്ങൾ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് 2020 നടക്കുമെന്ന് പറഞ്ഞ ഒരു കണ്ടെത്തലാണ്. 2020 കൂടി ശക്തമായിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ടാകുന്നു. അതിൻ്റെ AI കമ്പ്യൂട്ടിംഗ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഫ്ലോപ്പിന് മുകളിലാണ്. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. ആൻഡ്രോമീഡ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആൻഡ്രോമീഡ സൂപ്പർ കമ്പ്യൂട്ടറാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതിൻ്റെ AI കമ്പ്യൂട്ടിംഗ് സ്പീഡ് ഒരു എക്സ്ട്രാ ഫ്ലോപ്പിന് മുകളിലാണ്. ഫ്ലോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു യൂണിറ്റ് ആണ്. എത്രത്തോളം ഫ്ലോട്ടിംഗ് പോയിന്റ് കാൽക്കുലേഷൻസിനെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാൻ സാധിക്കുമെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരുപക്ഷെ മോർസ് ലോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ അതൊരു ലോയൊന്നുമല്ല, പക്ഷേ ഭാവിയിൽ നടക്കാൻ പോകുന്ന ടെക്നോളജിയുടെ ഒരു ട്രെൻഡാണ് അതിൽ കാണിക്കുന്നത്. ആ ട്രെൻഡ് അനുസരിച്ച് ഭാവിയിലെ ടെക്നോളജികളുടെ വികാസം അത് ലീനിയറായിട്ടല്ല എക്സ്പോണൻഷ്യലായിട്ടായിരിക്കും സംഭവിക്കുക. അതായത് മന്ദമായ വേഗതയിൽ ആരംഭിച്ച് പൊടുന്നനെ അതിശക്തമായ രീതിയിലുള്ള ഒരു വികാസത്തിലേക്ക് പ്രാപിക്കുന്ന രീതിയാണ് എക്സ്പോണൻഷ്യൽ കർവ്. ആ എക്സ്പോണൻഷ്യൽ കർവ് മോർസ് ലോയിലൂടെ നമുക്ക് വ്യക്തമായിട്ടുള്ളതാണ്. എന്നാൽ ഈ പുസ്തകത്തിലും പ്രവചിക്കുന്നത് അതേ കാര്യം തന്നെയാണ്. മോർസ് ലോ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഓരോ 2 വർഷം കൂടുന്തോറും ഒരു ICയിൽ അല്ലെങ്കിൽ ഒരു ചിപ്പിൽ നമുക്ക് ഘടിപ്പിക്കാൻ സാധിക്കുന്ന കമ്പോണൻസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസിസ്റ്റേഴ്സിൻ്റെ എണ്ണം ഇരട്ടിയായിട്ട് മാറുന്നുവെന്നാണ്. ഇതിലൂടെ ഒരുപാട് നേട്ടങ്ങളാണ് സാങ്കേതിക വിദ്യയിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസുകളുടെ വലിപ്പം വളരെയധികം ചെറുതാകുന്നു. അതിൻ്റെ വിലയും വളരെയധികം തുച്ഛമാകുന്നു. അതിനാവശ്യമായിട്ടുള്ള വൈദ്യുത ഊർജ്ജവും വളരെയധികം കുറവാകുന്നു. പക്ഷേ അത് കാരണം സൃഷ്ടിക്കപ്പെടാൻ പോകുന്ന അല്ലെങ്കിൽ അത് കാരണം നമുക്ക് ലഭ്യമാകാൻ പോകുന്ന സാങ്കേതിക വിദ്യകൾ അത് അതിഭീകരവുമാണ്. ഇതുവരെ നടന്നിട്ടുള്ള കണ്ടെത്തലുകളുടെ വേഗതയെ അനുസരിച്ചിട്ടാണ് മോർസ് ലോ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെയാണ് റേ കുർസ്വെൽ ഈ പുസ്തകവും രചിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് എല്ലാ മേഖലകളിലും സാധ്യതയുണ്ട്. നമ്മൾ ബിസിനസ്സിൽ പോലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഗവേഷണ മേഖല ആസ്ട്രോഫിസിക്സ് ആണ്. ആസ്ട്രോഫിസിക്സിൽ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. അൾട്രാ ഫെയിൻ ദ്വാർഫ് ഗാലക്സിയെക്കുറിച്ചാണ് ഞാൻ പഠനങ്ങൾ നടത്തുന്നത്. പക്ഷേ അതിൻ്റെ റെസൊല്യൂഷൻ വളരെയധികം കുറവാണ്. അതിൻ്റെ റെസൊല്യൂഷനെ വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും കൂടുതൽ ഡേറ്റകൾ, പ്രത്യേകിച്ചും സ്റ്റെല്ലാർ കൈനമാറ്റിക്സ് ഒക്കെ അതിൽ നിന്ന് കണ്ടെടുക്കുക വളരെയധികം പ്രയാസമാണ്. അവിടെ നമുക്ക് സൂപ്പർ റെസൊല്യൂഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കൂടിയാണ്. അതിലൂടെ കുറേ കൂടെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ കുറേ കൂടെ റെസൊല്യൂഷനുള്ള കൂടുതൽ ഡേറ്റകളെ ലഭ്യമാക്കുന്ന ഒരു ചിത്രം നമുക്ക് ചിത്രീകരിക്കാൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ടെലസ്കോപ്പിൽ ഒരു രീതിയിലുള്ള മാറ്റവും വരുത്തേണ്ട ആവശ്യവുമില്ല. ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ച ഒരു ശാസ്ത്ര പ്രബന്ധം അനുസരിച്ച് സുബാറോ ടെലസ്കോപ്പിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഡേറ്റയെ അവർ സൂപ്പർ റെസൊല്യൂഷന് വിധേയമാക്കി. ഇതിലൂടെ അവർക്ക് ലഭ്യമായത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന് സമാനമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയാണ് അല്ലെങ്കിൽ ഒരു റെസൊല്യൂഷനാണ്. 2 ഗാലക്സികൾ പരസ്പരം മെർജ് ചെയ്യുന്ന ഒരു ഡേറ്റയാണ് അവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. സുബാറോ ടെലസ്കോപ്പിൽ നിന്നും അത് നമുക്ക് കൃത്യമായിട്ട് ലഭ്യമാകുന്നില്ല. പക്ഷേ അവർ സൂപ്പർ റെസൊല്യൂഷന് വിധേയമാക്കുന്നതിലൂടെ ഹബിൾ ലഭ്യമായിട്ടുള്ള ചിത്രത്തിന് സമാനമായിട്ടുള്ള ഒരു ചിത്രമാണ് അവർക്ക് സുബാറോയിലൂടെ യാഥാർത്ഥ്യമാക്കാൻ സാധ്യമായത്. 2030 നമുക്ക് ന്യൂറൽ ഇൻ്റർഫേസ് നടപ്പിലാക്കാമെന്ന് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതായത് നമ്മുടെ തലച്ചോറിനെ അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറിലുള്ള ന്യൂറൽ ശൃംഖലയെ നമുക്ക് ക്ലൗഡ് ബേസ്ഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ ഇൻ്റർഫേസ് ചെയ്യാൻ സാധ്യമാകുന്നു. അതോടുകൂടി മനുഷ്യൻ്റെ തലച്ചോറിനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലെ ന്യൂറൽ നെറ്റ്വർക്കിനും ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അത് അതിശക്തമായിട്ടുള്ള റിസൾട്ടുകളായിരിക്കും നമുക്ക് നൽകാൻ പോകുന്നത്. 2030 തന്നെ റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ മനുഷ്യൻ്റെ തലച്ചോറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും സാധ്യമാകുന്നു. റിവേഴ്സ് എഞ്ചിനീയറിംഗിനെ കുറിച്ച് നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്.
അതായത് ഒരു വസ്തുവിനെ നമുക്ക് ലഭ്യമാവുകയാണെങ്കിൽ ആ വസ്തുവിനെ എങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്ക് അറിയുകയില്ല എങ്കിൽ അത് നൽകുന്ന ഫീച്ചേഴ്സിലൂടെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് അത്തരത്തിലുള്ള ഒരു വസ്തുവിനെ വീണ്ടും നിർമ്മിക്കാൻ സാധ്യമാകുന്ന ഒരു മെത്തേഡാണ്. നിലവിൽ നമുക്ക് അത്തരത്തിൽ തലച്ചോറിനെ റീക്രിയേറ്റ് ചെയ്യാൻ സാധ്യമായിട്ടില്ല. ഒരു പരിധിവരെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഉപയോഗിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കിലൂടെ അത് സാധ്യമായെന്ന് പറയാമെങ്കിൽ പോലും അതിനൊരുപാട് പരിമിതികളുണ്ട്. നമ്മുടെ തലച്ചോറിൻ്റെ അത്രയും കൃത്യതയിൽ അല്ലെങ്കിൽ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ ഈ ന്യൂറൽ നെറ്റ്വർക്കുകൾ പ്രവർത്തിക്കുന്നില്ല. പക്ഷേ അത് കൃത്യമായിട്ട് തന്നെ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് 2030കളിലാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. 2030കളിൽ തന്നെ നാനോ ടെക്നോളജിയുടെ വലിയൊരു കുതിച്ചുചാട്ടവും സംഭവിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പ്രവചിച്ചിട്ടുണ്ട്. നാനോ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ഗവേഷണങ്ങൾ ഈ കാലഘട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ അത് വലിയ രീതിയിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് 2030കളിൽ തന്നെയാണ്. 1 മീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു പദാർത്ഥം എടുക്കുക, അതിനെ നമ്മൾ 100 കോടി ചെറിയ പദാർത്ഥങ്ങളായിട്ട് മുറിച്ചു മാറ്റുന്നു. അങ്ങനെയാണെങ്കിൽ അതിലെ ഒരു ചെറിയ കഷ്ണം എടുക്കുകയാണെങ്കിൽ ആ ഒരു ചെറിയ കഷ്ണം നാനോ ടെക്നോളജി ഡിവൈസ് ആണ്. 1 മീറ്ററിനെ അത്രയധികം ചെറിയൊരു നേർത്ത പാളിയാക്കി മാറ്റിയിട്ട് ആ പാളിയെ ഒരു സിസ്റ്റമായിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കുന്ന രീതിയാണ് നാനോ ടെക്നോളജി. ഒരു പദാർത്ഥത്തെ വളരെയധികം ചെറിയ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ അല്ലെങ്കിൽ ആ ചെറിയ രൂപത്തെ നമ്മളൊരു ഡിവൈസ് ആയിട്ട് മാറ്റിയെടുക്കുമ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ആ വലിയ പദാർത്ഥത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കുകയില്ല ഈ ചെറിയ നേർത്ത പദാർത്ഥത്തിനുള്ളത്. ആദ്യം ഉണ്ടായിരുന്ന വലിയ പദാർത്ഥത്തിന് ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ ചെറിയ പദാർത്ഥത്തിന് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് 2030കളിൽ വലിയ രീതിയിൽ തന്നെ സാധ്യമാകുമെന്നും ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റി ഫുൾ ഫെച്ചിൽ പ്രവർത്തിക്കാൻ പോകുന്നതും 2030കളിലാണെന്ന് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ വാർത്താ മാധ്യമങ്ങളിലും മറ്റും അത്തരത്തിലുള്ള ചെറിയ ആവിഷ്കാരങ്ങൾ കാണാറുണ്ട്. പക്ഷേ അത് ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ ഒരു മിനിയേച്ചർ രൂപം മാത്രമാണ്. അത് ഫുൾ ഫെച്ചിൽ പ്രവർത്തിക്കാൻ പോകുന്നത് 2030ലാണ്. എങ്ങനെയാണ് നമ്മൾ ഫുൾ ഫെച്ചിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത്? ഉദാഹരണത്തിന് നമുക്ക് ഫിഫ വേൾഡ് കപ്പ് എടുക്കാം. വേൾഡ് കപ്പ് ഫുട്ബോൾ, അതിൻ്റെ ഫൈനൽ മാച്ച്. ആ ഫൈനൽ മാച്ച് ഒന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് നേരിട്ട് സ്റ്റേഡിയത്തിൽ ഇരുന്നു കൊണ്ട് കാണാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഓഗ്മെന്റഡ് റിയാലിറ്റി അത് യാഥാർത്ഥ്യമാക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കാം, പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്നത് നിങ്ങൾ വീട്ടിലിരിക്കുന്നതായിട്ടല്ല, മറിച്ച് ആ വലിയ സ്റ്റേഡിയത്തിൽ ഇരുന്ന് നേരിട്ട് കളി കാണുന്നതായിട്ടായിരിക്കും. അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി സൃഷ്ടിക്കാൻ പോകുന്ന അത്ഭുതം. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് മെറ്റാവേഴ്സ് എന്ന പേരിൽ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിരുന്നു. ഫേസ്ബുക്ക് നടപ്പിലാക്കാൻ പോകുന്ന ഓഗ്മെന്റഡ് റിയാലിറ്റിയുടെ മറ്റൊരു തലമാണ് മെറ്റാവേഴ്സ്. ഫേസ്ബുക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യയുമായി മുന്നോട്ട് വരുന്നത്. ഗൂഗിളും ആപ്പിളും ഒക്കെ ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകൾ ഇപ്പോൾ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുമുണ്ട്. ഓഗ്മെന്റഡ് റിയാലിറ്റിയെക്കുറിച്ചും അതിൻ്റെ വരാൻ പോകുന്ന സാങ്കേതിക തികവിനെക്കുറിച്ചും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് മെറ്റാവേഴ്സിൻ്റെ വീഡിയോ ലിങ്ക് മുകൾ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. 2030കളിൽ തന്നെ ശരിയായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസും നടപ്പിലാകുന്നതാണ്. എന്താണ് ജനറൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ചെറിയ ഉദാഹരണം തന്നെ എടുക്കാം. സ്പൂണുകളും പിച്ചാത്തികളും. ആ സ്പൂണുകളും പിച്ചാത്തികളും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഉപയോഗങ്ങൾക്കുള്ള വസ്തുക്കളാണ്. അവയെ തിരിച്ചറിയാൻ മനുഷ്യന് സാധ്യമാകുന്നതാണ്. പക്ഷേ ഒരു മെഷീന് സാധ്യമാകുമോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നമുക്കത് സാധ്യമാകുന്നതാണ്. ഉദാഹരണത്തിന് കുറേയധികം പിച്ചാത്തികളുടെയും കുറേയധികം സ്പൂണുകളുടെയും ചിത്രങ്ങൾ നമ്മൾ മെഷീന് കൊടുക്കുകയാണ്. പിച്ചാത്തി പിച്ചാത്തിയാണെന്നും സ്പൂൺ സ്പൂണാണെന്നും നമ്മൾ ലേബിൾ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഈ ലേബലിംഗ് ഉപയോഗിച്ച് മെഷീന് പഠിക്കാൻ സാധിക്കും എന്താണ് പിച്ചാത്തി, എന്താണ് സ്പൂണെന്ന്. പിച്ചാത്തിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് അതിന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സ്പൂണുകൾ എടുക്കുകയാണെങ്കിൽ അതിന് ഷാർപ്പ് എഡ്ജുകളില്ല, എന്നാൽ ചില ഭാഗങ്ങളൊക്കെ വലിയ രീതിയിൽ വളഞ്ഞിട്ടുള്ളതാണ്. അതിന് കുറേയധികം സാധനങ്ങളെ കോരിയെടുക്കാൻ സാധിക്കുമെന്നുമൊക്കെ മെഷീൻ ഇതിലൂടെ മനസ്സിലാക്കുന്നുണ്ട്. ഈ പാറ്റേൺ ലേണിങ്ങിലൂടെ അതിന് ഒരു ML മോഡൽ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമ്മൾ ഒരു സ്പൂണിനെയോ അല്ലെങ്കിൽ ഒരു പിച്ചാത്തിയോ മെഷീനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ മെഷീന് ആ ML മോഡൽ ഉപയോഗിച്ച് ഇത് സ്പൂണാണോ അതോ പിച്ചാത്തിയാണോ എന്ന് പറയാൻ സാധിക്കുന്നതാണ്. ഇതിനെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലും ജനറലൈസേഷൻ ഉണ്ട്, പക്ഷേ അതൊരു വലിയ തലത്തിലേക്ക് മാറാൻ പോകുന്നത് 2030കൾ മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമുള്ള ഒരു കണ്ടെത്തലായിരിക്കും ആ കാലഘട്ടത്തിൽ സംഭവിക്കുക. ഇത് സിംഗുലാരിറ്റിയുടെ തുടക്കമായി മാറുകയും ചെയ്യുന്നതാണ്. സിംഗുലാരിറ്റി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് ഹോളിലെ സിംഗുലാരിറ്റിയോ അല്ലെങ്കിൽ ബിഗ് ബാങ്ങിലുള്ള സിംഗുലാരിറ്റിയോ അല്ല,
മറിച്ച് ടെക്നോളജി സൃഷ്ടിക്കുന്ന സിംഗുലാരിറ്റിയാണ്. എന്താണ് ടെക്നോളജി സിംഗുലാരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടെക്നോളജി വലിയ അളവിൽ മുന്നിലേക്ക് പോവുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിശക്തമായ രീതിയിൽ വികസിക്കുകയാണെങ്കിൽ, ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് തന്നെ അതിലുണ്ടായിരിക്കുന്ന ഡിഫക്റ്റുകൾ മനസ്സിലാക്കി കുറേ കൂടെ മികച്ച രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു പെർട്ടിക്കുലർ ഡിവൈസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഡിവൈസ്, ആ ഡിവൈസിന് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കി അതിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താൻ സാധ്യമാകുന്നു. ആ ഡിവൈസിനെ തന്നെ പൊളിച്ചെഴുതാൻ അല്ലെങ്കിൽ പുതിയൊരു ഡിസൈനിലേക്ക് കൊണ്ടുവരാൻ പോലും സാധ്യമാകുന്നു. അതായത് മനുഷ്യരവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല, ചെയ്യുന്നതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസ് തന്നെയാണ്. ആ ഒരു മാറ്റമാണ് സിംഗുലാരിറ്റിയിലൂടെ നടപ്പിലാക്കാൻ പോകുന്നത്. അതായത് മനുഷ്യന്റെ തലച്ചോറിന് മുകളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വികസിക്കുന്നു. മനുഷ്യന്റെ ഒരു ഇന്ററപ്ഷനും ഇല്ലാതെ തന്നെ വേണ്ട രീതിയിലുള്ള മാറ്റം സ്വയം വരുത്തി ആ ഡിവൈസിനെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യമാകുന്ന ഒരു സ്റ്റേജ്. ആ സ്റ്റേജ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നതാണ്. 2030 കഴിഞ്ഞ് 2045 ആകുമ്പോഴേക്കായിരിക്കും സിംഗുലാരിറ്റിയിലേക്ക് ശരിക്കും നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്നത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പുസ്തകത്തിൽ കോൺട്രവേഴ്ഷ്യൽ ആകുന്നത് ഈ ഘട്ടമാണ്. അതായത് മനുഷ്യൻ ഇമ്മോർട്ടൽ ആകുന്നു, മനുഷ്യന് മരണമില്ലാതെയായി മാറുന്നു, മനുഷ്യന് പ്രായമാകുന്നില്ല, അവർക്ക് പ്രായം കാരണമുണ്ടാകുന്ന അസ്വാസ്ഥ്യങ്ങൾ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം മനുഷ്യ ശരീരം തന്നെ ഇവിടെ മാറ്റി നിർമ്മിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാം ബയോളജിക്കലായിട്ടുള്ള ലിവിങ് തിങ്സ് ആണ്. നമ്മുടെ ശരീരം എല്ലാം ബയോളജി തന്നെയാണ്. എന്നാൽ ഈ ഒരു കാലഘട്ടം എത്തുമ്പോഴേക്കും അതിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. കാരണം ബയോളജിക്കലായിട്ടുള്ള ഏതൊരു വസ്തുവിനും പ്രായമുണ്ടാകുന്നതാണ്. കാലഘട്ടം കഴിയുന്നതനുസരിച്ച് അതിന് ഒരുപാട് പോരായ്മകൾ സൃഷ്ടിക്കപ്പെടുന്നതാണ്, ഒരുപാട് രീതിയിലുള്ള അസുഖങ്ങൾ ബാധിക്കുന്നതാണ്. പക്ഷേ നോൺ ബയോളജിക്കൽ ആവുകയാണെങ്കിലോ, നമ്മൾ നാനോ ഡിവൈസുകളാണ് അവിടെ ഉപയോഗിക്കുന്നതെങ്കിലോ, നമ്മുടെ ശരീര അവയവങ്ങൾക്കെല്ലാം പകരം നമുക്ക് ഒരു റോബോട്ടായിട്ട് അല്ലെങ്കിൽ മറ്റൊരു മെഷീനായിട്ട് മാറാൻ സാധിക്കുന്നത് 2045 അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം സൃഷ്ടിക്കാൻ പോകുന്നത് 2045 ഒരുപാട് എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും കുറേയധികം ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഇത് അതേപടി നടക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും സാധിക്കുകയില്ല. പക്ഷേ ഈ പുസ്തകത്തിൽ അതൊക്കെ യാഥാർത്ഥ്യമാകുമെന്ന് പറയുന്നുണ്ട്. പല ആളുകളും പറയുന്നത് ഇത് യാഥാർത്ഥ്യമായേക്കാം, പക്ഷേ 2045 എന്ന് പറയുന്നത് അല്പം കടുത്ത ഒരു സംഖ്യയാണെന്നാണ്. കാരണം ആ കാലഘട്ടത്തിന് ഇനി കുറച്ച് വർഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2060 നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ ചുറ്റുപാടും AI മാത്രമായിരിക്കും. നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും AI ഉണ്ടായിരിക്കുന്നതാണ്. വസ്ത്രത്തിൻ്റെ നിറം നമുക്ക് ഇഷ്ടാനുസരണം മാറ്റാൻ സാധിക്കുന്നതാണ്. അതിൽ അഴുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ അഴുക്ക് മാറ്റാൻ പോലും ഈ AI സാങ്കേതിക വിദ്യയ്ക്ക് സാധ്യമാകുന്നതാണ്. നമ്മൾ റോഡിലൂടെ നടന്നു പോവുകയാണെന്ന് എടുക്കുക, അങ്ങനെയാണെങ്കിൽ ആ റോഡിൽ പോലും AI സാങ്കേതിക വിദ്യ ഉണ്ടായിരിക്കുന്നതായിരിക്കും. എപ്പോൾ മഴ പെയ്യണമെന്ന് പോലും തീരുമാനിക്കാൻ AIക്ക് ഈ കാലഘട്ടത്തിൽ സാധ്യമാകുന്നതുമാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും നെറ്റി ഒന്ന് ചുളിയുന്നതാണ്. ഇതെങ്ങനെയാണ് യാഥാർത്ഥ്യമാവുക എന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നതാണ്. 2060 തന്നെ വിർച്വൽ റിയാലിറ്റി യാഥാർത്ഥ്യമാകുന്നു. ഓഗ്മെന്റഡ് റിയാലിറ്റിയെ കുറിച്ച് പറഞ്ഞു, എന്നാൽ വിർച്വൽ റിയാലിറ്റി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. നമ്മൾ ജീവിക്കുകയാണ് ആ വിർച്വൽ റിയാലിറ്റിയിലൂടെ. നമ്മൾ യഥാർത്ഥ ശരീരത്തിലൂടെ അല്ല, പക്ഷേ ഒരു സിമുലേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഗെയിം പോലെ ആയിരിക്കും നമ്മൾ എല്ലാവരും പ്രവർത്തിക്കുക. അവിടെ നമുക്ക് കാര്യമായിട്ടുള്ള ക്ഷതങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ പോലും നമ്മുടെ ശരീരത്തിൽ ക്ഷതങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല, നമുക്ക് മരണം സംഭവിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ്. 2100 ആകുമ്പോഴേക്കും നാനോ ടെക്നോളജി സാങ്കേതിക വിദ്യ വലിയൊരു തരത്തിലേക്ക് ഉയരുന്നതാണ്. അതുപയോഗിച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ്. ആ സ്പേസ് ക്രാഫ്റ്റുകളുടെ പ്രത്യേകത അവയ്ക്ക് പ്രകാശത്തിൻ്റെ ഏകദേശം അത്രയും തന്നെ വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നതാണ്. അതിൻ്റെ അർത്ഥം വളരെയധികം വിദൂരതയിലുള്ള പ്ലാനറ്റുകളിലേക്ക് നമുക്ക് സഞ്ചരിച്ച് ചെല്ലാൻ സാധിക്കുമെന്നതാണ്. അങ്ങനെ സഞ്ചരിച്ച് ചെല്ലാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ കോളനികൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. വളരെയധികം വിദൂരതയിലുള്ള നക്ഷത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ നക്ഷത്രത്തെ വലം വയ്ക്കുന്ന ഗ്രഹങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നേരിടേണ്ടി വരുന്നത് സമയമാണ്. പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും ഏറ്റവും അടുത്തുള്ള നക്ഷത്രത്തിലേക്ക്, അതായത് പ്രോക്സിമ സെൻറ്റൗറി എന്ന നക്ഷത്രത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് 4 വർഷങ്ങൾ വേണ്ടി വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാളുമൊക്കെ വളരെയധികം അകലെയുള്ള പ്ലാനറ്റുകളിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് അതിലും കൂടുതൽ സമയം വേണ്ടി വരുന്നതാണ്. പക്ഷേ മനുഷ്യ ആയുസ് അത്രയുമില്ല. അപ്പോഴാണ് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഫാക്റ്റ് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 2050 ആകുമ്പോഴേക്കും ഇമ്മോർട്ടാലിറ്റി, അതായത് മരണമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യർ എത്തിപ്പെടുന്നു എന്നതാണ്.
എല്ലാ മനുഷ്യരും എത്തിപ്പെടുന്നു എന്ന് ഇവിടെ പറയാൻ സാധിക്കുകയില്ല. കാരണം ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ സാധിക്കുന്ന വ്യക്തികൾ മാത്രമായിരിക്കും ഇമ്മോർട്ടാലിറ്റി സംഭവിക്കുക. അത് തീർച്ചയായിട്ടും ഉയർന്ന തലത്തിലുള്ള എലൈറ്റ് ക്ലാസ്സിലുള്ള ആളുകൾ തന്നെയായിരിക്കും അത് കൈവരിക്കുക. 2023 വരെ ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതേപടി നടന്നുവെന്നും നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതിൻ്റെ ആക്യുറസി ഏകദേശം 86%. അതായത് 14% അവിടെ തെറ്റാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 2030-കൾക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലും ഒരുപാട് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണമനുസരിച്ച് 2009 ഇവിടെ വലിയ അളവിലുള്ള ഓട്ടോണമസ് കാറുകൾ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഓട്ടോണമസ് കാറുകളുണ്ട്, പക്ഷേ അതിൻ്റെ എണ്ണം തീർത്തും വളരെയധികം കുറവാണ്. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമായില്ലെങ്കിൽ പോലും ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്: സാങ്കേതികവിദ്യ എക്സ്പോണൻഷ്യലായിട്ട് തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടം കഴിയുമ്പോൾ സിംഗുലാരിറ്റിയിലേക്ക് എത്തുക തന്നെ ചെയ്യും. അവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്: എത്തിക്സ്. ശാസ്ത്രം വളരുമ്പോൾ ആ ശാസ്ത്രത്തിൽ എത്തിക്സ് ബാധകമാകണം. ശാസ്ത്രം അതിവേഗതയിൽ വളരുന്നതനുസരിച്ച് സർക്കാരും മറ്റ് ഏജൻസികളും വേണ്ട തരത്തിലുള്ള നിയമങ്ങൾ നിർമ്മിക്കേണ്ടതാണ്. ആ നിയമങ്ങൾ അൺഎത്തിക്കലി ഇക്കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ അപ്പോൾ നൽകേണ്ടതായിട്ടുമുണ്ട്. എങ്കിൽ മാത്രമേ എത്തിക്കലിയുള്ള ഒരു വികാസം ഇവിടെ യാഥാർത്ഥ്യമാവുകയുള്ളൂ. എങ്കിൽ മാത്രമേ മനുഷ്യരാശിക്ക് ഇവിടെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള നാശങ്ങൾ തന്നെയായിരിക്കും ഈ ഭൂമിയിൽ അല്ലെങ്കിൽ ഈ മിൽക്കി വേ ഗാലക്സിയിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്നത്. നിരവധി ആളുകൾ എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: എങ്ങനെയാണ് എന്നെപ്പോലെ ഒരു ആസ്ട്രോണമർ അല്ലെങ്കിൽ ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവുക എന്നത്. നമ്മുടെ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആസ്ട്രോണമിയിൽ ഒരു കോഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആവുക എന്ന് പറയുന്നത് ദുർഘടം പിടിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരു കോഴ്സ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഓൺലൈനിലൂടെയാണ് ഈ കോഴ്സ് നടപ്പിലാക്കുക. പാസ്സാകുന്നവർക്ക് അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭ്യമാകുന്നതാണ്. നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദിവസങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ കോഴ്സ് ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കും ഒരുപോലെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കോഴ്സിൻ്റെ അവസാന ഘട്ടത്തിൽ എന്നോടൊപ്പം റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട്. ഓൺലൈനിലൂടെ ആയിരിക്കും ആ റിസർച്ച് സെഷൻ നടപ്പിലാക്കുക. ഒരിക്കൽ ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ആയുഷ്കാലം ഉപയോഗിക്കാവുന്നതാണ്. അഡ്വാൻസ്ഡ് ആസ്ട്രോഫിസിക്സ് കോഴ്സിൻ്റെ ഫീസ് 3000 രൂപയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25% ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്. അതിനുവേണ്ടി വീഡിയോയിൽ കാണിക്കുന്നത് പോലെ അഡ്വാൻസ് എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക.